നമോ നാരായണായ. ഇന്നത്തെ വായനയിൽ ഭരതൻ്റെ വനയാത്രയെക്കുറിച്ച് നമുക്ക് കഥ കേട്ടറിയാം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാമനെ തിരികെ കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോകുന്നതിനെ പറ്റി ഭരതൻ പറയുന്നത് കേട്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും പറയുകയാണ്, നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ആശയം ഉയർന്നത് വളരെ അത്ഭുതകരവും പ്രശംസനീയവുമാണ്. ഉത്തമന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമനാണ് നീ. സജ്ജനങ്ങൾ എല്ലാവരും തന്നെ പുകഴ്ത്തി പറയുന്നത് കേട്ട് ഭരതനും വന്നിച്ച് അനുഗ്രഹം വാങ്ങി. ശത്രുഘ്നനോടൊപ്പം ഭരതൻ പുറപ്പെട്ടു. സുമന്ത്രരുടെ നിർദ്ദേശപ്രകാരം വലിയൊരു സൈന്യവും അവരോടൊപ്പം നടന്നു. ശ്രീരാമനെ വേഗത്തിൽ നേരിട്ട് കാണാൻ വേണ്ടി മനസ്സ് നിറയെ സന്തോഷത്തോടെ അവർ മുന്നോട്ട് നീങ്ങി. കൗസല്യ ഉൾപ്പെടെയുള്ള രാജപത്നിമാരും താമരക്കണ്ണനായ ശ്രീരാമനെ കാണാനായി അവരോടൊപ്പം യാത്രയായി. മുനിശ്രേഷ്ഠനായ വസിഷ്ഠനും അദ്ദേഹത്തിൻ്റെ പത്നിയും മറ്റു മുനിമാരും കൂട്ടത്തോടൊപ്പം പുറപ്പെട്ടു. വലിയ സൈന്യത്തിൻ്റെ നടപ്പ് കാരണം ഭൂമിയിൽ നിന്ന് ഉയർന്ന പൊടിപടലങ്ങൾ ആകാശത്ത് നിറഞ്ഞു പരന്നു. ശ്രീരാമനെ കാണാനുള്ള സന്തോഷവും ആവേശവും കാരണം യാത്രക്കാരായ ജനങ്ങൾ വഴിയാത്രയുടെ യാതൊരു ബുദ്ധിമുട്ടുകളും അറിഞ്ഞതേയില്ല. ഉടൻ തന്നെ അവർ ശൃംഗിവേരപുരത്ത് എത്തുകയും ആ വലിയ സൈന്യം ഗംഗാനദിയുടെ തീരത്ത് തമ്പടിക്കുകയും ചെയ്തു. കൈകേയിയുടെ മകനായ ഭരതൻ വലിയൊരു പടയുമായി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ നിഷാദ രാജാവായ ഗുഹൻ മനസ്സിൽ സംശയം തോന്നി. തനിക്കൊപ്പമുള്ള അനുചരന്മാരോടും സേവകന്മാരോടും ഇപ്രകാരം പറഞ്ഞു: വില്ലും അമ്പും തുടങ്ങിയ ആയുധങ്ങളെല്ലാം കയ്യിലെടുത്ത് തോണികളെല്ലാം കെട്ടിയിട്ട് പടപൊരുതാൻ തയ്യാറായി നിൽക്കുക. എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുക. ഞാൻ വൈകാതെ അവിടെ ചെന്ന് ഭരതനെ കണ്ടിട്ട് വരാം. അവൻ്റെ അടുത്തേക്ക് ചെന്ന് വന്നിക്കുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. രാമനോട് എതിർപ്പോടു കൂടിയാണ്, അതായത് യുദ്ധത്തിനാണ് അവൻ വരുന്നതെങ്കിൽ തീർച്ചയായും അവരാരും ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പാടില്ല. അല്ല, അവരുടെ ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ യാതൊരു തടസ്സവും ബുദ്ധിമുട്ടുമില്ലാതെ അവരെ അക്കരയ്ക്ക് കടത്തിവിടുകയും വേണം എന്ന് ഗുഹൻ പറഞ്ഞു. ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഗുഹൻ ഭരതനെ കാണാനായി മുന്നോട്ട് നടന്നു. ഗുഹൻ വേഗത്തിൽ ചെന്ന് ഭരതന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പല വിധത്തിലുള്ള കാഴ്ചദ്രവ്യങ്ങളും സമ്മാനങ്ങളും കാഴ്ചവെച്ചു. സന്തോഷത്തോടും ഭക്തിയോടും കൂടെ തൊഴുതു നിന്നു. മരവുരി വസ്ത്രം ധരിച്ചവനും കറുത്ത മേഘം പോലുള്ള നിറമുള്ളവനും ജട ധരിച്ചവനും ഇടവിടാതെ ശ്രീരാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നവനും ധീരനും സുബ്രഹ്മണ്യ സ്വാമിക്ക് തുല്യനുമായ വീരനും ശ്രീരാമന്റെ അനുജനുമായ ഭരതനെ, അനുജനായ ശത്രുഘ്നനോടൊപ്പമുള്ളവനെ, കാമദേവന് തുല്യമായ സുന്ദര ശരീരമുള്ളവനായ ഭരതനെ, ദയാസാഗരമായ ഭരതനെ അപ്പോൾ ഗുഹൻ കണ്ടു. ഞാൻ ഗുഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലത്തു വീണ് വണങ്ങി പ്രണാമം ചെയ്തു. ആ സമയത്ത് ഭരതനാകട്ടെ ഗുഹനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് ഗാഢമായി ആലിംഗനം ചെയ്തു. ശ്രീരാമഭക്തനും തൻ്റെ സുഹൃത്തുമായ ഗുഹനോട് കുശലാന്വേഷണങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഭരതൻ ഗുഹനോട് വീണ്ടും ഇപ്രകാരം പറഞ്ഞു: പുരുഷോത്തമന്മാരിൽ ഉത്തമനായ ശ്രീരാമനാൽ ഏറെ സ്നേഹിക്കപ്പെട്ടവനാണ് താങ്കൾ. ഈ ലോകത്തിൻ്റെ മുഴുവൻ ആശ്രയമായ രാഘവൻ താങ്കളെ കെട്ടിപ്പുണരുകയാണല്ലോ. ഈ ഭാഗ്യം ശ്രീ ലക്ഷ്മി ദേവിക്കല്ലാതെ മറ്റാർക്കും കിട്ടുന്ന ഒന്നല്ല എന്ന് ഓർക്കുക. അതുകൊണ്ട് മറ്റാരേക്കാളും ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ധന്യനാണ് താങ്കൾ. അല്ലയോ കൂട്ടുകാരാ, ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനുജനായ ലക്ഷ്മണനോടും ജനകപുത്രിയായ സീതയോടുമൊപ്പം ഏത് സ്ഥലത്ത് വെച്ചാണ് നീ രാമനെ സ്നേഹത്തോടെ കണ്ടത്? അദ്ദേഹം നിന്നോട് എന്താണ് പറഞ്ഞത്?
നീ സന്തോഷത്തോടെ രാമനോട് എന്താണ് പറഞ്ഞത്? ശ്രീരാമദേവൻ ഏത് സ്ഥലത്താണ് ഉറങ്ങിയത്? നീ എന്നെ സന്തോഷത്തോടെ ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു തന്നാലും എന്ന് ഭരതൻ പറയുന്നത് കേട്ടപ്പോൾ ഗുഹൻ മനസ്സിൽ അല്പം പോലും സങ്കടമില്ലാത്ത വലിയ സന്തോഷത്തോടെ ഭരതൻ ഉത്തമന്മാരിൽ വെച്ച് ഏറ്റവും മികച്ച ഭക്തനാണെന്ന് തൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് ഉടൻ തന്നെ മുന്നോട്ട് നടന്നു. രാത്രിയിൽ ശ്രീരാമൻ സീതയോടൊപ്പം എവിടെയാണോ ഉറങ്ങിയത് അവിടെ ചെന്ന് ഗുഹൻ വേഗത്തിൽ പറഞ്ഞു, എങ്കിൽ ദർശിച്ചാലും ദർഭപ്പുല്ല് വിരിച്ച സീതയോടൊപ്പം കാർമേഘവർണ്ണനായ ശ്രീരാമൻ ഉറങ്ങിയ ആ പുണ്യസ്ഥലം ഇതാ കാണുക. അത് കണ്ട മാത്രയിൽ ഭരതന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. തൊണ്ട വിറച്ച് സങ്കടത്തോടെ ഇടറിയ ശബ്ദത്തോടെയും ഭരതൻ ഇപ്രകാരം പറഞ്ഞു, അയ്യോ സുകുമാരിയും സുന്ദരിയുമായ സീതേ, കൊട്ടാരത്തിൽ മുകളിൽ സുവർണതളങ്ങളിൽ മൃദുവും മനോഹരവുമായ വെളുത്ത വസ്ത്രങ്ങൾ കിടക്കകൾ വിരിച്ച സ്ഥലത്ത് ശ്രീരാമനോടൊപ്പം വളരെ സുഖത്തോടെ ഉറങ്ങേണ്ടവളായ ആ സീത ഇപ്പോൾ കഠിനവും പരുക്കനുമായ ദർഭപ്പുല്ല് വിരിച്ച ഈ നിലത്ത് എങ്ങനെ ഉറങ്ങി? എൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമനോടൊപ്പം സീത ഇത്രയധികം ദുഃഖം അനുഭവിക്കേണ്ടി വന്നുവല്ലോ. ഇതെല്ലാം എൻ്റെ ദോഷം കൊണ്ടുതന്നെയാണ് എന്ന് ചിന്തിച്ച് ഈ ശരീരം ഉടൻ തന്നെ ഉപേക്ഷിക്കാൻ, മരിക്കാൻ എനിക്ക് തോന്നുന്നു. പാപം ചെയ്തവളായ കൈകേയിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചതുകൊണ്ട് മാത്രം തെറ്റുകാരനും മഹാപാപിയുമായ എന്നെ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ശപിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നു. അനുജനായ ലക്ഷ്മണന് ജന്മസാഫല്യം ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധമായ മനസ്സുള്ള അവൻ എത്രയോ ഭാഗ്യവാനാണ്. ജ്യേഷ്ഠനായ ശ്രീരാമനെ എപ്പോഴും പരിചരിച്ചുകൊണ്ട് താല്പര്യത്തോടെ കാട്ടിലേക്ക് പോയത് അവൻ മാത്രമാണല്ലോ. ശ്രീരാമന്റെ ദാസന്മാരുടെ ദാസന്മാർക്കും ദാസനായി ഉറച്ച ഭക്തിയോടെ ഞാനും എപ്പോഴും ഇരുന്നാൽ, നിത്യവും അവരെ സേവിക്കുകയാണെങ്കിൽ അത് മാത്രമായിരിക്കും എൻ്റെ ഈ മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ ഫലം. അത് തീർച്ചയാണ്. നീ എന്നോട് പറയൂ, കൗസല്യയുടെ മകനായ ശ്രീരാമന്റെ താമസ സ്ഥലം എവിടെയാണ്? അങ്ങോട്ട് വൈകാതെ ചെന്ന് എന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അത് കേട്ട് ഗുഹൻ ഇപ്രകാരം മറുപടി പറഞ്ഞു, മംഗളദേവതയായ ലക്ഷ്മി ദേവിയുടെ നാഥനായ ശ്രീരാമനിൽ താങ്കൾ ഇത്തരമൊരു ഭക്തി ഉള്ളതുകൊണ്ട് പുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും മുൻപന്തിയിലാണ് അവിടുത്തെ സ്ഥാനം. ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനായ ഭരത, അവിടുന്ന് കേട്ടാലും ഈ ഗംഗാനദി കടന്നാൽ വളരെ അടുത്തു തന്നെ മംഗളകരമായ ചിത്രകൂടാചലം എന്ന പർവ്വതമുണ്ട്. അതിൻ്റെ അരികിലാണ് സീതയോടും തൻ്റെ അനുജനായ ലക്ഷ്മണനോടുമൊപ്പം രാമൻ സുഖമായി ജീവിക്കുന്നത്. ഗുഹന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭരതൻ പറഞ്ഞു, എൻ്റെ പ്രിയ സുഹൃത്തെ, എങ്കിൽ നമുക്ക് വേഗത്തിൽ അങ്ങോട്ട് പോകാം. ദേവനദിയായ ഗംഗയെ വേഗത്തിൽ ദഹിക്കാനും കടക്കാനും വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്യാൻ ഇന്ന് നീ സമർത്ഥനാണല്ലോ. അതായത് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്യാൻ നീ സമർത്ഥനാണല്ലോ എന്ന് ഭരതൻ ഗുഹനോട് പറയുകയാണ്. ഭരതന്റെ വാക്കുകൾ കേട്ട ഗുഹൻ ആദരവോടെ ദേവനദിയുടെ ഗംഗയെ എല്ലാവരെയും കടത്തിവിടുന്നതിനായി പോയി. തൻ്റെ സേവകന്മാരോടൊപ്പം വളരെ ജാഗ്രതയോടെയും വേഗത്തിലും വലതും ഉറപ്പുമുള്ളതുമായ തുഴകളോട് കൂടിയ വലിയ തോണികൾ വേഗത്തിൽ തീരത്ത് വന്ന് നിറച്ചു. 500ഓളം തോണികൾ വരുത്തി ഗംഗാതീരത്ത് നിരത്തി. അതിൽ ഏറ്റവും മികച്ച ഒരു വലിയ തുഴയുമെടുത്ത് പ്രഭാവമുള്ള വലിയൊരു തോണിയിൽ ഗുഹൻ സന്തോഷത്തോടെ ശത്രുഘ്നനെയും ഭരതനെയും മുനിശ്രേഷ്ഠനായ വസിഷ്ഠ മഹർഷിയെയും അതുപോലെ ശ്രീരാമന്റെ അമ്മയായ കൗസല്യയെയും കൈകേയിയെയും ഉത്തമയായ സുമിത്രാദേവിയെയും മറ്റ് രാജപത്നിമാരെയും കൊട്ടാരത്തിലുള്ള എല്ലാവരെയും തോണിയിൽ കയറ്റി തൊഴുതുകൊണ്ട് താനും കയറി പതിയെ തുഴഞ്ഞു.
വേഗത്തിൽ അവരെ ആദരവോടെ അക്കരയിലേക്ക്, അതായത് മറുകരയിലേക്ക് കടത്തിവിട്ടു. ദേവനദിയായ ഗംഗയെ വണങ്ങി യാതൊരു തടസ്സവുമില്ലാതെ ആ വലിയ സൈന്യവും അപ്പോൾ ഗംഗ കടന്ന് അക്കരയെത്തി. വൈകാതെ തന്നെ അവർ ഭരദ്വജ മഹർഷിയുടെ ആശ്രമത്തിന് അടുത്തെത്തി. പുലിയും പശുവും യാതൊരു വിരോധവുമില്ലാതെ ഒരുമിച്ച് കഴിയുന്ന മനോഹരമായ ആശ്രമത്തിൽ എത്തിച്ചേർന്ന ഭരതൻ വളരെ സന്തോഷവാനായി. വലിയ സൈന്യത്തെ മുഴുവൻ ആശ്രമത്തിന് വളരെ ദൂരെയായി നിർത്തി ഭരതനും അനുജനായ ശത്രുഘ്നനും മാത്രം ആശ്രമമുറ്റത്ത് സന്തോഷത്തോടെ ചെന്നു നിന്നു. അതിനുശേഷം വലിയ തപോശക്തിയാൽ തിളങ്ങി നിൽക്കുന്ന താപസനും ബ്രഹ്മാവിന് തുല്യനായിരിക്കുന്നവനുമായ ഭരദ്വജ മഹർഷിയെ കണ്ട് ഭരതൻ അനുജനായ ശത്രുഘ്നനോടൊപ്പം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നിറഞ്ഞു തുളുമ്പുന്ന ഭക്തിയോടെ ഭരദ്വജ മുനീശ്വരനെ തൊഴുതു. ഇവർ ദശരഥ മഹാരാജാവിൻ്റെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് മുനീന്ദ്രനായ ഭരദ്വജൻ അവരെ സ്നേഹത്തോടെ സ്വീകരിച്ച് പൂജിച്ചു. സന്തോഷമുള്ള വാക്കുകളാൽ കുശലാന്വേഷണം നടത്തി. ജടയും മരവുരിയും ധരിച്ചിരിക്കുന്ന ഭരതനെ കണ്ടപ്പോൾ സ്നേഹത്തോടെയും അത്ഭുതത്തോടെയും ചോദിച്ചു, ഇതെന്താണ് കുട്ടാ? നിന്റെ ഈ വേഷം ഒട്ടും അനുയോജ്യമല്ലല്ലോ. രാജ്യം ഭരിച്ച സമസ്ത ജനങ്ങളാലും പൂജിക്കപ്പെടേണ്ട നീ എന്താണ് ഇങ്ങനെ ഈ വേഷത്തിൽ കാണപ്പെടുന്നത്? മരവുരി വസ്ത്രവും ജടയും ധരിച്ച് മുനിമാരുടെ ഈ പ്രമുഖമായ വേഷം സ്വീകരിക്കാൻ ഇടയായത് എന്തുകൊണ്ടാണ്? വലിയൊരു സൈന്യത്തോടുകൂടി വനാന്തരത്തിലേക്ക് വന്നെത്തിയതിൻ്റെ കാരണവും നീ പറയൂ. ഭരദ്വജ മഹർഷിയുടെ വാക്കുകൾ കേട്ട ഭരതൻ ഇപ്രകാരം ആ മുനിശ്രേഷ്ഠനോട് പറഞ്ഞു, അവിടുത്തെ ദിവ്യ മനസ്സിൽ അറിയാതെയായി ഈ ലോകത്തിൽ ഒരു വിവരവും, അതായത് ഒരു വിശേഷവും നിലനിൽക്കുന്നില്ലല്ലോ, അല്ലയോ മഹാമുനി? എങ്കിലും യഥാർത്ഥ സംഭവം ഞാൻ അവിടുത്തെ മുന്നിൽ ബോധിപ്പിക്കാം. എൻ്റെ ഈ വലിയ സങ്കടം മാറിപ്പോകാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയതിൻ്റെ കാരണം ശ്രീരാമന്റെ പാദപങ്കജങ്ങളെ തൊട്ട് സത്യം ചെയ്യാം, അല്ലയോ തപോനിധേ, ഞാൻ ഇതിൽ യാതൊരു തന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നു. ശ്രീരാമൻ കാട്ടിലേക്ക് എഴുന്നള്ളുവാനുള്ള പ്രധാന കാരണവും കൈകേയിയായ എൻ്റെ അമ്മയുടെ വാക്കാകുന്ന വിഷജ്വാല തന്നെയാണ് അതിന് കാരണം. ഇപ്പോൾ ഞാൻ തെറ്റുകാരനാണോ അതോ നിരപരാധിയാണോ എന്നത് ദയാനിധിയായ അവിടുത്തെ ഈ തൃപ്പാദങ്ങൾ തന്നെയാണ് പ്രമാണം. ശ്രീരാമചന്ദ്രന്റെ ദാസനായി അദ്ദേഹത്തിന്റെ പാദങ്ങളാകുന്ന താമരപ്പൂക്കളെ ഭജിക്കുന്നതല്ലാതെ എനിക്ക് മറ്റൊരു ഭൗതിക സുഖങ്ങൾ കൊണ്ട് എന്ത് ഫലമാണുള്ളത്? ഇതല്ലാതെ വേറൊരു ആഗ്രഹവും എനിക്ക് മനസ്സിലില്ല. ശ്രീരാമന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് രാജ്ഞിയെയും കൊട്ടാരവും ഈ സമസ്ത രാജസമ്പത്തുകളും അദ്ദേഹത്തിന് സമർപ്പിച്ച് നാട്ടുകാരോടും വസിഷ്ഠ മഹർഷി തുടങ്ങിയവരോടുമൊപ്പം ശ്രീരാമചന്ദ്രന് പട്ടാഭിഷേകം നടത്തുകയും അദ്ദേഹത്തെ വേഗത്തിൽ രാജ്യത്തേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുപോയി പൂജ്യനായ ആ ജ്യേഷ്ഠനെ എന്നും സേവിച്ച് ജീവിക്കാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭരതന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ മഹർഷി പരിശുദ്ധ മനസ്സുള്ള ഭരതനെ വരിഞ്ഞു മുറുകി ആലിംഗനം ചെയ്തു. ഭരതന്റെ ശിരസിൽ ചുംബിച്ച് സന്തോഷത്തോടെ ഇപ്രകാരം പറഞ്ഞു, വത്സ, കൂടുതൽ പറയേണ്ടതുണ്ടോ? നടന്ന എല്ലാ സംഭവങ്ങളും ഞാൻ എൻ്റെ ദിവ്യദൃഷ്ടിയാൽ നേരത്തെ തന്നെ കണ്ടിരിപ്പുണ്ട്. അതുകൊണ്ട് മനസ്സിൽ യാതൊരു സങ്കടവും വേണ്ട. നീ കേട്ടാലും ലക്ഷ്മണനേക്കാൾ കൂടുതൽ ഭക്തിയാണ് നിനക്ക് ലക്ഷ്മീപതിയായ ശ്രീരാമനോടുള്ളത്, അത് തീർച്ചയാണ്. ഇന്ന് ഈ ആശ്രമത്തിൽ വെച്ച് നിന്നെയും നിന്നോടൊപ്പം വന്ന വലിയ സൈന്യത്തെയും ഞാൻ സൽക്കരിക്കാം, അതിൽ സംശയമില്ല. ഇന്നിവിടെ ആഹാരവും കഴിച്ച് ഉറങ്ങി നാളെ പ്രഭാതത്തിൽ ശ്രീരാമദേവന്റെ അടുത്തേക്ക് ചെന്ന് വന്ദിക്കുവാനായി പോകാം.
അവിടുന്ന് അരുളി ചെയ്തതുപോലെ തന്നെ എനിക്കും തികച്ചും സമ്മതമാണ്, യാതൊരു വിരോധവുമില്ല എന്ന് ഭരതനും പറഞ്ഞു. ഭരദ്വാജ മഹർഷിയെ കാൽ കഴുകി ആചമനം ചെയ്തു. ഏകാഗ്ര മനസ്സോടെ പ്രശസ്തമായ ആശ്രമത്തിൽ വെച്ച് ഹോമശാലയിൽ ഇരുന്ന് ധ്യാനിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന കാമധേനുവിനെ വിചാരിച്ച് അതോടെ ആ സ്ഥലം ദേവേന്ദ്രന്റെ സ്വർഗലോകത്തിന് തുല്യമായി മാറി. ആശ്രമത്തിലെ മരങ്ങളെല്ലാം ദേവന്മാരായി മാറി, വള്ളികളെല്ലാം ദേവസ്ത്രീകളായി മാറി, അതായത് അപ്സരസുകളായി മാറി. മഹർഷിയുടെ ഭാവനാശക്തിയും തപോമഹിമയും എത്രയോ അത്ഭുതകരം. കഴിക്കാനും കുടിക്കാനും ചവച്ചരച്ച് തിന്നാനുമുള്ള വിവിധ ഭക്ഷണ പദാർത്ഥങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉൾപ്പെടെ അലങ്കാരത്തിനുള്ള മറ്റു പലവിധ വസ്തുക്കളും, ഭക്ഷണശാലകളും, സൈന്യത്തിന് വിശ്രമിക്കുവാനുള്ള വിശാലമായ ഭവനങ്ങളും, കൊട്ടാരങ്ങൾ പോലുള്ള മനോഹരമായ വാസസ്ഥലവും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതെല്ലാം തന്നെ തങ്കവും രത്നങ്ങളും കൊണ്ട് നിർമ്മിച്ചവയുമായിരുന്നു. അതിൻ്റെ സൗന്ദര്യം വർണ്ണിക്കുക സാധ്യമല്ല. അതിനുശേഷം ശാസ്ത്രവിധികൾ അനുസരിച്ച് കർമ്മങ്ങളോടെ വസിഷ്ഠ മഹർഷിയെ ആ ഭരദ്വാജ മഹർഷി വളരെ സ്നേഹത്തോടെ പൂജിച്ച് സ്വീകരിച്ചു. അതിനുശേഷം സൈന്യത്തോടും അനുജനോടും കൂടി ഭരതനെയും അവരവരുടെ പദവിക്ക് അനുയോജ്യമായ രീതിയിൽ സൽക്കരിച്ചു. ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് എല്ലാവരും തികച്ചും തൃപ്തരായി. അമരാവതിക്ക്, അതായത് സ്വർഗത്തിന് തുല്യമായ ആ സ്ഥലത്ത് അവർ സന്തോഷത്തോടെ ഉറങ്ങി. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാതസന്ധ്യാ വന്ദനാദി നിയമങ്ങളും നിത്യകർമ്മങ്ങളും ചെയ്ത ഭരദ്വാജ മഹർഷിയുടെ പാദങ്ങളിൽ വണങ്ങി താപസ ശ്രേഷ്ഠനിൽ നിന്ന് യാത്രയാകാനുള്ള അനുവാദവും വാങ്ങി രാജകുമാരന്മായ ഭരതനും ശത്രുഘ്നനും യാത്ര തിരിച്ചു. ചിത്രകൂട പർവ്വതത്തിന് അടുത്തെത്തിയപ്പോൾ വലിയ സൈന്യത്തെ അവിടെ നിന്ന് അല്പം മാറി ദൂരെയായി നിർത്തി. വിശ്വസ്ത സുഹൃത്തായ ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും ഭരതനും മാത്രം ഒന്നായി ശ്രീരാമനെ കാണുവാനുള്ള വലിയ ആഗ്രഹത്തോടെ മനസ്സിൽ സന്തോഷിച്ച് പലവിധ മുനിശ്രേഷ്ഠന്മാർ അധിവസിക്കുന്ന കൂട്ടത്തിൽ വഴിയിൽ കാണുന്ന ഓരോ തപസ്സന്മാരോടും ഭരതൻ വളരെ ആദരവോടെ തൊഴുതുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു: രഘുശ്രേഷ്ഠനായ ശ്രീരാമൻ എവിടെയാണ്? ഇവിടെ എവിടെയാണ് ലക്ഷ്മണനോടും സീതയോടും ഒപ്പം സന്തോഷത്തോടെ വസിക്കുന്നത്? ഉത്തമനായ ഭരതകുമാരൻ ഇപ്രകാരം ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി മുനിമാർ ഇപ്രകാരം പറഞ്ഞു: ദേവനദിയായ ഗംഗയുടെ വടക്കേ തീരത്ത് ചിത്രകൂട പർവ്വതത്തിന്റെ അരികിലെ മനോഹരമായ ഒരു ആശ്രമത്തിൽ പുരുഷോത്തമനായ ശ്രീരാമൻ വസിക്കുന്നുണ്ട് എന്ന് കേട്ട് വളരെ കൗതുകത്തോടും ആവേശത്തോടും കൂടെ ഭരതൻ അവിടേക്ക് ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞു അത്ഭുതകരവും മനോഹരമായ ശ്രീരാമചന്ദ്രന്റെ ആ ആശ്രമം. പൂക്കളും പഴങ്ങളും ഇലകളും കൊണ്ട് നിറഞ്ഞ വള്ളികളും വൃക്ഷങ്ങളും കൊണ്ട് പച്ചപ്പുല്ല് വിരിച്ച മനോഹരമായ കാടിന്റെ അന്തരീക്ഷത്തിൽ മാവ്, വാഴ, ഇലഞ്ഞി, പ്ലാവ്, ഈഴപ്പുളി, നീർമരുത്, നാഗമരം, പുന്നാകം, തെങ്ങ്, കവുങ്ങ്, മന്ദാരം, ആവണക്ക്, ചെമ്പകം, അശോകം, പന തുടങ്ങിയ മരങ്ങളും പിച്ചി, മുല്ല തുടങ്ങിയ പ്രമുഖമായ വള്ളിച്ചെടികളാലും ശോഭിക്കുന്ന കാട്ടുപച്ചമരങ്ങളും ശാലവൃക്ഷങ്ങളും നിറഞ്ഞതായിരുന്നു ആ പ്രദേശം. വണ്ടുകളുടെ മൂളലും വിവിധ കിളികളുടെ നാദങ്ങളും വലിയ ആനകൾ, പാമ്പുകൾ, കുരങ്ങന്മാർ, മാൻകൂട്ടങ്ങൾ തുടങ്ങിയ പലവിധ മൃഗങ്ങളും കളിച്ചിരികളും ഭംഗിയായി കണ്ട് ഭരതൻ ദൂരെ നിന്ന് തന്നെ മരക്കൊമ്പുകളിൽ മരവുരി വസ്ത്രങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്ന പൂക്കളാൽ നിറഞ്ഞ ആ പുണ്യാശ്രമത്തെ ഭംഗിയോടെ ഭക്തിയോടെയും വന്ദിച്ചു. ആ സമയത്ത് മഹാഭാഗ്യവനായ ഭരതന് വഴിയിലെ പൊടിപടലങ്ങളിൽ പതിഞ്ഞു കിടക്കുന്ന കാണാൻ കഴിഞ്ഞു. സീതയുടെയും ശ്രീരാമന്റെയും തൃപ്പാദങ്ങളാകുന്ന താമരപ്പൂക്കളെ പുതിയതായി പതിഞ്ഞതും തിളങ്ങുന്നതുമായ ഏറ്റവും പരിശുദ്ധവുമായ അങ്കുശം, തോട്ടി,
താമര, ധ്വജം എന്നാൽ കൊടി, വജ്രം, മത്സ്യം തുടങ്ങിയ പുണ്യചിഹ്നങ്ങൾ പതിഞ്ഞിട്ടുള്ള ആ പാദമുദ്രകൾ കണ്ട് ആനന്ദത്തിൽ ആറാടി. നിലത്ത് വീണുരുണ്ടും പുളഞ്ഞും കരഞ്ഞുകൊണ്ടും ആ തൃപ്പാദങ്ങൾ പതിഞ്ഞ മണ്ണെടുത്ത് തൻ്റെ ശിരസിലണിഞ്ഞു. അയ്യോ, ഞാൻ ഇന്ന് എത്രയോ ധന്യയായി, ഞാൻ ഇന്ന് എത്രയോ ഭാഗ്യവാനായി. ഞാൻ പണ്ട് ചെയ്ത മഹാപുണ്യങ്ങളുടെ ഫലമായി തന്നെ ആയിരിക്കണം ശ്രീരാമന്റെ പാദപങ്കജങ്ങൾ പതിഞ്ഞ് അലങ്കരിക്കപ്പെട്ട ഈ മണ്ണ് അടുത്തു വന്ന് നേരിട്ട് കാണുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചത്. ഈ തൃപ്പാദങ്ങളിലെ പൊടിപടലങ്ങളും നിരന്തരം അണിയാനും തിരിഞ്ഞു നടക്കുവാനും എനിക്ക് സാധിച്ചുവല്ലോ. ബ്രഹ്മാവും ശിവനും മറ്റു ദേവവൃന്ദങ്ങളും 4 വേദങ്ങളും നാരദൻ തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാരും ഇങ്ങനെ വിചാരിച്ച അത്ഭുതത്തിലും ഭക്തിപ്രേമ രസത്തിലും ആറാടിയ മനസ്സോടെ ആനന്ദക്കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ ഭരതൻ പതിയെ പതിയെ ആ പുണ്യ ആശ്രമത്തിന്റെ അടുക്കൽ ചെന്നു നിന്ന് ആ സമയത്ത് ദർശിക്കുവാൻ സാധിച്ചു. പരമാനന്ദ സ്വരൂപനും മനോഹരനുമായ ശ്രീരാമചന്ദ്രനെയും ഇന്ദ്രൻ തുടങ്ങിയ ദേവകൂട്ടങ്ങളാൽ വന്ദിക്കപ്പെടുന്നവനും മാറിൽ കറുത്ത നെയ്തൽ പൂമാല അണിഞ്ഞവനും സൂര്യചന്ദ്രന്മാരെ പോലെയും കറുത്ത താമരയിതൾ പോലെയും തിളങ്ങുന്ന കണ്ണുകളോടുള്ളവനും കറുത്ത പുല്ലിന്റെ ഇതൾ പോലെ ശ്യാമവർണ്ണമുള്ളവനും മനോഹരനുമായ നീലത്താമര ഇതളുകൾ പോലുള്ള കണ്ണുകളുള്ള ജ്യേഷ്ഠനായ ശ്രീരാമനെയും ജടയാകുന്ന മകുടവും മരവുരിയാകുന്ന വസ്ത്രവും ധരിച്ചവനും പൂർണ്ണചന്ദ്രന്റെ ശോഭയുള്ള പ്രസന്നമായ താമരമുഖമുള്ളവനും ഉദിച്ചുയർന്ന 10,000 ബാലസൂര്യന്മാരുടെ ശോഭയുള്ളവനും മിന്നൽ പിണർ പോലുള്ള ശരീരകാന്തിയുള്ള സീതാദേവിയാകുന്ന വിദ്യയോടൊപ്പം ആനന്ദത്തോടെ വിനോദിച്ചിരിക്കുന്നവനും തിളങ്ങുന്ന പ്രഭയോടെ യാതൊരു സങ്കടവും ഇല്ലാതെ ഇരിക്കുന്നവനും മാറിൽ ശ്രീവത്സം എന്ന പുണ്യചിഹ്നമുള്ള അവ്യയനും ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലവും ജഗന്മയനുമായ അച്യുതനെയും ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്ന തൃപ്പാദങ്ങളുള്ളവനും ലക്ഷണങ്ങളും ലക്ഷ്യങ്ങളും നിറഞ്ഞ പുരാതന പുരുഷനും ശിവനാൽ പൂജിക്കപ്പെടുന്നവനും ഗരുഡവാഹനനുമായ രാക്ഷസന്മാരെ നശിപ്പിക്കുന്നവനും ലോക സംരക്ഷണത്തിന് സമർത്ഥനായവനും പാമ്പുകളെ ആഭരണമാക്കിയവനും ഉദരത്തിൽ അനേകം ബ്രഹ്മാണ്ടങ്ങളെ ഉൾക്കൊള്ളുന്ന പരമപുരുഷനും കരുണ നിറഞ്ഞ ദശരഥപുത്രനും കാട്ടുപ്രദേശത്ത് വസിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവനുമായ ശ്രീരാമനെ ഭരതൻ കണ്ടു. മനസ്സിൽ ദുഃഖവും സന്തോഷവും സങ്കടവും ഒരുപോലെ നിറഞ്ഞു നിന്ന ഭരതൻ ശ്രീരാമന്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ശ്രീരാമനാകട്ടെ ഭരതനെയും ശത്രുഘ്നെയും സന്തോഷത്തോടും പരിഭ്രമത്തോടും കൂടെ നിലത്തു നിന്നും കൈപിടിച്ചെഴുന്നേൽപ്പിച്ചു. തൻ്റെ നീളമുള്ള കൈകൾ കൊണ്ട് രണ്ടുപേരെയും ചേർത്തണച്ച് ആലിംഗനം ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും നെടുവീർപ്പുകൾ ഇട്ടുകൊണ്ട് തങ്ങളുടെ വലിയ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീരും സങ്കട കണ്ണീരും ഏറെ നേരം ഒഴുകിക്കൊണ്ട് ആ സഹോദരന്മാർ പരസ്പരം പുണർന്നു നിന്നു. രണ്ടുപേരെയും മടിയിൽ ചേർത്തു വെച്ചതുകൊണ്ട് വീണ്ടും പ്രിയപ്പെട്ട മക്കളെ പോലെ ആനന്ദത്തോട് ചേർത്തണച്ചു. സജ്ജന സംസർഗമുള്ള ലക്ഷ്മണനെയും ആ സമയത്ത് ഭരതൻ കാൽക്കൽ വീണ് വന്ദിച്ചു. ശത്രുഘ്നനും അളവറ്റ ഭക്തിയോടെ ലക്ഷ്മണന്റെ സൗമിത്രിയുടെ തൃപ്പാദങ്ങളെ വന്ദിച്ചു. കടുത്ത ദാഹത്താൽ വലഞ്ഞ പശുക്കൂട്ടങ്ങൾ മുന്നിൽ തടാകം ജലാശയം കണ്ടതുപോലെ അപ്പോൾ വേഗത്തിൽ അടുത്തു ചെന്ന് കാണുകയുണ്ടായി. ശ്രീരാമചന്ദ്രന്റെ മനോഹരമായ തിരുമേനിയെ കരയുന്ന അമ്മയെ കണ്ട്, അതായത് കരയുന്ന കൗസല്യയെ കണ്ട് ശ്രീരാമദേവൻ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. വളരെ വലിയ സ്നേഹവാത്സല്യങ്ങളുടെ കൗസല്യ അമ്മയും മകനെ ആനന്ദ കണ്ണീർ ധാരയാൽ അഭിഷേകം ചെയ്തു.
ഗാഢമായി ആലിംഗനം ചെയ്യുകയും തലയിൽ മണക്കുകയും അപ്പോൾ സന്തോഷത്താൽ മാതൃവാത്സല്യം ചുരുത്തുകയും ചെയ്തു. മറ്റ് അമ്മമാരെയും കൈകേയി, സുമിത്ര തുടങ്ങിയവരെയും അതിനുശേഷം ശ്രീരാമൻ ആദരവോടെ നമസ്കരിച്ചു. ലക്ഷ്മണനും അതുപോലെ എല്ലാവരെയും വന്ദിച്ചു. ലക്ഷ്മി ദേവിക്ക് തുല്യയായ സീതാദേവിയെയും കൗസല്യ ഉൾപ്പെടെയുള്ള അമ്മമാർ ഗാഢമായി പുണർന്ന് കഠിനമായ സങ്കടത്തോടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. അവിടെ വന്നെത്തിയ ഗുരുശ്രേഷ്ഠനായ വസിഷ്ഠനെ കണ്ടിട്ട് ഭക്തിയോടെ വസിഷ്ഠ മഹർഷിയെ സാഷ്ടാംഗം വീണു വന്ദിച്ചിട്ട് രഘുശ്രേഷ്ഠനായ ശ്രീരാമൻ ഉടൻ തന്നെ ഇപ്രകാരം ചോദിച്ചു: ഞാൻ എത്രയോ ഭാഗ്യവാനാണ്. അത് തീർച്ചയാണ്. പിതാവിന്, അതായത് ദശരഥ മഹാരാജാവിന് സുഖം തന്നെയല്ലേ? അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നെ പിരിഞ്ഞതുകൊണ്ട് വല്ല സങ്കടവുമുണ്ടോ? അദ്ദേഹം എന്നോട് പറയാൻ എന്താണ് ലക്ഷ്മണനോട് പറഞ്ഞയച്ചത്? ശ്രീരാമന്റെ ഈ വാക്കുകൾ കേട്ട് വസിഷ്ഠ മഹർഷി മറുപടി പറഞ്ഞു: ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനായ രാമ, പിതാവിന്റെ വിവരങ്ങൾ വേഗത്തിൽ കേട്ടാലും നിന്റെ വേർപാടിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് രാജാവ്, അതായത് ദശരഥ രാജാവ് വീണ്ടും വീണ്ടും ദുഃഖിച്ചു കരഞ്ഞ് രാമ രാമ, സീതേ, കുമാര, ലക്ഷ്മണ, രാമ ലക്ഷ്മണ എന്ന് നിരന്തരം വിലപിച്ച് അദ്ദേഹം ദേവലോകത്തേക്ക് യാത്രയായി. അതായത് അദ്ദേഹം മരിച്ചുപോയി എന്ന് നീ അറിഞ്ഞാലും ഇപ്പോൾ അദ്ദേഹം ദേവസുഖങ്ങൾ അനുഭവിച്ച് സന്തോഷവാനായി അവിടെ വസിക്കുന്നു. ഗുരുവായ വസിഷ്ഠന്റെ ആ വാക്കുകൾ രാമന്റെ കാതുകളിൽ കുത്തിയിറക്കുന്ന ശൂലം പോലെ അനുഭവപ്പെട്ടു. അത് കേട്ട് രഘുശ്രേഷ്ഠനായ ശ്രീരാമൻ മയങ്ങി നിലത്തു വീണു. തന്നെത്താനെ വീണ്ടെടുത്ത് ആ നിമിഷം തന്നെ അദ്ദേഹം ഉറക്കെ കരഞ്ഞു വിലപിച്ചു. ലക്ഷ്മണനും മാതാക്കളും അവരുടെ ഈ കഠിനമായ സങ്കടം കണ്ട് കൂടെ ഉണ്ടായിരുന്ന മറ്റു ജനങ്ങളും എല്ലാവരും ഒരുപോലെ പൊട്ടിക്കരയുവാൻ തുടങ്ങി. അയ്യോ പിതാവേ, വിധിവശാൽ എന്നെ ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് ഏത് ദിശയിലേക്കാണ് പോയത്? അയ്യോ, ഞാൻ നശിച്ചവനായി, ഞാൻ അനാഥനായി പോയി. ഇനി എന്നെ ദിവസേന സ്നേഹത്തോടെ വന്നും വാത്സല്യത്തോടെയും താലോലിക്കുവാൻ ആരുണ്ട്? ഈ ശരീരം ഇനി ഉപേക്ഷിക്കുവാൻ, അതായത് മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കിനി ജീവിച്ചിരിക്കാൻ യാതൊരു ആഗ്രഹവുമില്ല. സീതാദേവിയും ലക്ഷ്മണനും അതുപോലെ തന്നെ നിലത്തു വീണ് സങ്കടത്തോടെ കരഞ്ഞു. ആ സമയത്ത് വസിഷ്ഠ മഹർഷി ഉപദേശവാക്കുകൾ കേട്ട് അവർ മനസ്സിന്റെ സങ്കടത്തെ അല്പം ശമിച്ച് ശാന്തരായി ഗംഗാനദിയിൽ, അതായത് മന്ദാകിനിയിൽ ഇറങ്ങി കുളിച്ചു, സ്നാനം ചെയ്തു. തടസ്സമൊന്നുമില്ലാതെ ഉദകക്രിയകൾ ചെയ്തു, ബലിതർപ്പണം ചെയ്തു. തേനൊഴിച്ചും വെല്ലവും എള്ളും ഇഞ്ചിയും പിണ്ണാക്കും ചേർത്തുള്ള പിണ്ടമുണ്ടാക്കി വെച്ചു. താൻ എന്താണോ കഴിക്കുന്നത് അതുതന്നെ ആദരവോടെ പിതൃക്കൾക്കും നൽകണം എന്നാണല്ലോ വേദങ്ങളും സ്മൃതികളും വിധിച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ച് സങ്കടത്തോടെ പിണ്ടദാനം ചെയ്തതിനു ശേഷം സ്നാനം ചെയ്ത് പുണ്യാഹവും തളിച്ച് കുളി കഴിഞ്ഞ ശേഷം അവർ ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി. അന്ന് എല്ലാവരും ഉപവാസം അനുഷ്ഠിച്ചു, പട്ടിണി കിടന്നു. പിറ്റേന്ന് സൂര്യദേവൻ ഉദിച്ചുയർന്നു. അവർ ഗംഗയിൽ കുളിച്ച് സന്ധ്യാവന്ദനവും ചെയ്തു. വന്നിച്ച ശേഷം തിരികെ ആശ്രമത്തിലേക്ക് വസിച്ചു. ആ സമയത്ത് ഭരതൻ വേഗത്തിൽ ശ്രീരാമന്റെ അടുത്ത് ചെന്ന് തൊഴുതുകൊണ്ട് ഇപ്രകാരം പറയുവാൻ തുടങ്ങി: ശ്രീരാമപ്രഭു, രാമ, മഹാഭാഗ്യവാനായ ജ്യേഷ്ഠ, എൻ്റെ ഈ വാക്ക് അവിടുന്ന് ശ്രദ്ധിച്ചു കേട്ടാലും. അവിടുത്തെ പട്ടാഭിഷേകത്തിന് വേണ്ട സമസ്ത ദ്രവ്യങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പട്ടാഭിഷേകത്തിനുള്ള സമസ്ത ദ്രവ്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വൈകാതെ അവിടുന്ന് പട്ടാഭിഷേകവും സ്വീകരിച്ച് രാജ്യം ഭരിക്കണം.
പിതാവിൽ നിന്നും പരമ്പരാഗതമായി ലഭിച്ച ഈ രാജ്യം യഥാവിധി അവിടുന്ന് സംരക്ഷിക്കണം. അവിടുന്ന് ഞങ്ങളിൽ ജ്യേഷ്ഠനാണല്ലോ. ക്ഷത്രിയർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം എന്നത് പ്രജകളെ പരിപാലിക്കുക എന്നതാണ്. അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ നടത്തി ലോകത്തിൽ വലിയ കീർത്തിയോടെ ഏറെക്കാലം പേരും പ്രശസ്തിയും ലോകമെങ്ങും പരത്തി വംശം നിലനിർത്താൻ പുത്രന്മാർക്ക് ജന്മം നൽകുകയും പിന്നീട് ആ രാജ്യം സ്വന്തം പുത്രന്മാരെ ഏൽപ്പിച്ച ശേഷം വേണം വാർദ്ധക്യത്തിൽ കാട്ടിലേക്ക് പോകുവാനും. ഇപ്പോൾ അവിടുന്ന് വനവാസം നടത്തുന്നത് ഒട്ടും ഉചിതമല്ല. അത്ഭുതകരമായ പരാക്രമമുള്ളവനെ, എൻ്റെ നാഥ, എന്നോട് പ്രസാദിച്ചാലും. എൻ്റെ അമ്മ ചെയ്ത തെറ്റുകളെ, പാപങ്ങളെ അവിടുന്ന് മനസ്സിൽ ഓർക്കുക പോലും ചെയ്യരുതേ. അല്ലയോ ദയാനിധേ, ജ്യേഷ്ഠനായ അവിടുത്തെ തൃപ്പാദങ്ങളിൽ സ്വന്തം ശിരസ് സമർപ്പിച്ച് അതിയായ ഭക്തിയോടെ ഭരതൻ ഇപ്രകാരം പറഞ്ഞു. ഭരതൻ നിലത്തു വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു വണങ്ങി നിന്നു. ജ്ഞാനിയായ ഭരതകുമാരൻ ഇപ്രകാരം അപേക്ഷിച്ചപ്പോൾ ശ്രീരാമൻ ഭരതനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് തൻ്റെ മടിയിലിരുത്തി മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ച് ഇപ്രകാരം പറഞ്ഞു. കുമാര കുഞ്ഞേ, നീ എൻ്റെ വാക്ക് കേട്ടാലും. എന്താണോ പരമാർത്ഥം അതെൻ്റെ വായിൽ നിന്നും അക്ഷരം പ്രതി നീ കേട്ടുകൊള്ളുക. 14 വർഷക്കാലം കാട്ടിൽ പോയി വനവാസം നയിക്കാനാണ് പിതാവ് സന്തോഷത്തോടെ എന്നോട് കൽപ്പിച്ചത്. മാതാവിൻ്റെ, അതായത് കൈകേയിയുടെ ആഗ്രഹപ്രകാരം പിതാവ് നിനക്ക് ഭരിക്കാൻ രാജ്യവും നൽകി. അങ്ങനെ അവർ കൽപ്പിച്ചു നൽകിയതുകൊണ്ട് ശരിയായി ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ രണ്ടുപേർക്കും ആ പിതാവിൻ്റെ കൽപ്പന അനുസരിക്കുകയാണ് വേണ്ടത്. ഏതൊരാളാണോ പിതാവിൻ്റെ വാക്ക് ലംഘിച്ച് നീതികേടോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അവൻ ജീവിച്ചിരിക്കുന്ന ശവത്തിന് തുല്യനാണ്. മരിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ അവൻ നരകത്തിൽ തന്നെ ചെന്നു വീഴും. അതുകൊണ്ട് നീ തിരികെ പോയി രാജ്യം ഭരിക്കുക. നീ പോവുക, ഞാൻ ദണ്ഡകാര്യത്തിൽ, അതായത് വനത്തിൽ വസിച്ചു കൊള്ളാം. ശ്രീരാമന്റെ ഈ വാക്കുകൾ കേട്ട് ഭരതൻ വീണ്ടും പറഞ്ഞു. കാമാതുരനായ വിവേകം നഷ്ടപ്പെട്ട പിതാവ് സ്ത്രീവശഗതനും ബുദ്ധിഭ്രമം സംഭവിച്ചവനും ഉത്തമനും വയസ്സനായവനുമാണ്. രാജാധികാരം കൊണ്ടുള്ള രജോ ഗുണം നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം പറഞ്ഞ വാക്ക് സ്വീകരിക്കേണ്ടത് ഒന്നല്ല, അല്ലയോ മഹാമതേ. അതുകൊണ്ട് മടി കാണിക്കാതെ അവിടുന്ന് രാജാവായി ഭരിക്കുക. ഭരതന്റെ ഈ വാക്കുകൾ കേട്ട് ശ്രീരാമൻ വീണ്ടും ചെറിയൊരു പുഞ്ചിരിയോടെ ഇപ്രകാരം പറഞ്ഞു. രാജാവായ നമ്മുടെ പിതാവ് സ്ത്രീക്ക് കീഴ്പ്പെട്ടവനല്ല. കാമാതുരനോ വിവേകമില്ലാത്തവനോ മൂഢനോ അല്ല. അത് നീ കേട്ടുകൊള്ളുക. അസത്യം, വാക്ക് ലംഘിക്കൽ പറയേണ്ടി വരുമെന്ന ഭയം കൊണ്ടാണ് പിതാവ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു കുറ്റവും പറയരുത്. അത് നീ ഓർക്കുക. സജ്ജനങ്ങൾ നരകത്തിലും അതിലും വലിയ ഭയം മനസ്സിൽ വെച്ച് പുലർത്തുന്നത് അസത്യം പറയുന്നതിനോടാണ്. എങ്കിൽ അവിടുത്തേക്ക് പകരം ഞാൻ കാട്ടിൽ വസിച്ചു കൊള്ളാം. അവിടുന്ന് യാതൊരു സങ്കടവും കൂടാതെ രാജ്യം ഭരിച്ചാലും. സഹോദരനായ ഭരതൻ ഇപ്രകാരം പറഞ്ഞത് കേട്ടിട്ട് ആദരവോടെ ശ്രീരാമൻ വീണ്ടും പറഞ്ഞു. നിനക്ക് രാജ്യവും എനിക്ക് വനവാസവും പൂജ്യനായ പിതാവ് നേരത്തെ തന്നെ കൽപ്പിച്ച് തന്നിട്ടുള്ളതാണ്. അത് തിരുത്തി മാറി പ്രവർത്തിച്ചാൽ നമുക്ക് സത്യവിരോധം, അതായത് സത്യലംഘനം ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. എങ്കിൽ ഞാനും അവിടുത്തെ പിന്നാലെ സുമിത്രയുടെ മകനായ ലക്ഷ്മണനെ പോലെ ഒരു വേലക്കാരനായി കാട്ടിലേക്ക് പോരുവാൻ വരാം. അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ
ഉടൻ തന്നെ പരലോകപ്രാപ്തനാകും, അതായത് മരിച്ചു പോകും. നിരാഹാരം അനുഷ്ഠിച്ച് ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കും, അത് അങ്ങനെ തന്നെ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് രാമന്റെ അരികിൽ ദർഭപ്പുല്ല് വിരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്നു. ആ സമയം ഭരതൻ കഠിനമായ വെയിലേറ്റ് ഇവിടെ നിൽക്കുകയും ചെയ്തു. ഭരതന്റെ ഈ കഠിനമായ പിടിവാശി കണ്ടപ്പോൾ ശ്രീരാമൻ ഭരതനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനായി കൺകോണിലെ അടയാളം, അതായത് നോട്ടം കൊണ്ട് ഗുരുവായ വസിഷ്ഠനോട് ആവശ്യപ്പെട്ടു. അത് മനസ്സിലാക്കി വസിഷ്ഠ മഹർഷി കൈകേയിയുടെ മകനായ ഭരതന്റെ അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഭരത, നീ മൂഢനാവരുത് എങ്കിൽ നീ കേട്ടുകൊള്ളുക. രാജകുമാര, മഹാനായ ഒരു പരമാർത്ഥം, അതായത് ഈ മകനോട് രഹസ്യമായ ഒരു പരമാർത്ഥം ഞാൻ പറയാം. ഈ രാമനായി അവതരിച്ചിരിക്കുന്നത് സാക്ഷാൽ പരമവിഷ്ണുവായ നാരായണനാണ്. ബ്രഹ്മാവ്, അതായത് താമരയിൽ ജനിച്ചവനും അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ അയോധ്യയിലെ സൂര്യവംശത്തിൽ ദശരഥ മഹാരാജാവിന്റെ മകനായി അവിടുന്ന് ജന്മമെടുത്തത്. രാവണനെ വന്ദിച്ച് ധർമ്മത്തെ സംരക്ഷിച്ച് ദേവന്മാരെ പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് ഈ അവതാരം. യോഗമായാദേവി തന്നെയാണ് ഇവിടെ സീതാദേവിയായി ജനിച്ചിരിക്കുന്നത്. നാഗശ്രേഷ്ഠനായ അനന്തനാണ്, അതായത് ആദിശ്രേഷ്ഠനാണ് ലക്ഷ്മണനായും അവതരിച്ചിരിക്കുന്നത്. ജാനകി, അതായത് സീതാദേവി ലോകമാതാവും ശ്രീരാമദേവൻ ലോകപിതാവുമാണെന്ന് നീ ശരിയായി മനസ്സിലാക്കിയാലും രാവണനെ വധിക്കുന്നതിനായി കാട്ടിലേക്ക് ദേവന്മാരുടെ ആവശ്യത്തിനായി ശ്രീരാമൻ പുറപ്പെട്ടിരിക്കുകയാണ്. മന്ദരയുടെ വാക്കും കൈകേയിയുടെ കഠിനമായ മനസ്സിന്റെ പിടിവാശിയുമെല്ലാം ദേവന്മാരുടെ പ്രവൃത്തി, അതായത് ദേവ കാര്യർ ലക്ഷ്യം ആണെന്ന് നീ അറിയുക. അതിനാൽ ശ്രീരാമനെ തിരികെ അയോധ്യയിലേക്ക് കൊണ്ടുപോകണമെന്ന ആഗ്രഹം നീയും ഉപേക്ഷിച്ചേക്കുക. ജഗത്കാരനായ ശ്രീരാമന്റെ അനുവാദത്തോടെ ആദരവോടെയും നീ മടിയാതെ തലസ്ഥാനമായ അയോധ്യയിലേക്ക് തിരിച്ചു പോവുക. മന്ത്രിമാരോടും മാതാക്കളോടും അതിരില്ലാത്ത പടകളോടും, അതായത് സൈന്യത്തോടുമൊപ്പം ഇപ്പോൾ തന്നെ അയോധ്യപുരയിലേക്ക് ചെന്ന് പ്രവേശിച്ച് വസിച്ചാലും ജ്യേഷ്ഠനായ രാമനും അനുജനായ ലക്ഷ്മണനും സീതാദേവിയും 14 വർഷത്തെ വനവാസക്കാലം കഴിയുമ്പോൾ തിരികെ എത്തും. പുത്രന്മാരുൾപ്പെടെ രാവണനെ വധിച്ചിട്ടായിരിക്കും അവർ വരുന്നത്. ഇപ്രകാരം ഗുരുവസിഷ്ഠന്റെ വാക്കുകൾ കേട്ട് ഭരതനും മനസ്സിൽ വലിയൊരു അത്ഭുതത്തോടെ ഭക്തിയോടും ആദരവോടും കൂടെ രഘുശ്രേഷ്ഠനായ ശ്രീരാമന്റെ അരികിൽ നിന്ന് അനുജനായ ശത്രുഘ്നനോടൊപ്പം വീണ്ടും വീണ്ടും വണങ്ങിക്കൊണ്ട് പറഞ്ഞു: രാജേന്ദ്ര, അവിടുത്തെ രാജ്യത്തിന്, അതായത് അയോധ്യയ്ക്ക് വേണ്ടി അവിടുത്തെ തൃപ്പാദങ്ങളിൽ കണ്ട് എനിക്ക് പൂജിച്ച് സേവിക്കുവാൻ പാദുകങ്ങളെ തന്നരുളിയാലും. അല്ലയോ ദേവദേവ, അവിടുന്ന് തിരികെ എത്തുന്നത് വരെ എനിക്ക് നിരന്തരം ഭജിച്ചുകൊണ്ടിരിക്കാൻ അത് ഉപകരിക്കപ്പെടും. ഭരതന്റെ ഈ വാക്കുകൾ കേട്ട് ശ്രീരാമൻ തന്റെ താമരപാദങ്ങളിൽ അണിഞ്ഞിരുന്ന മെതിയടികൾ, അതായത് പാദുകങ്ങൾ ഭക്തനായ ഭരതന് നൽകി. അനുജനായ ഭരതൻ അത് വണങ്ങി കൈകൊണ്ടു. നല്ല രത്നങ്ങൾ പതിച്ച ആ ദിവ്യപാദുകങ്ങളെ തന്റെ ശിരസിൽ എടുത്തു വെച്ച് രാജാവായ ശ്രീരാമനെ ഭക്തിയോടെ പ്രദക്ഷിണം വെച്ച് വീണ്ടും വന്ദിച്ചു. എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് ഇടറിയ തൊണ്ടയോടെ സങ്കടത്തോടെയും പറഞ്ഞു: 14 വർഷം പൂർത്തിയാകുമ്പോൾ തൊട്ടടുത്ത ആദ്യ ദിവസം അവിടുന്ന് തിരികെ എത്തിയില്ലെങ്കിൽ അതിനുശേഷം ഞാൻ പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ തീ കൂട്ടി ആ അഗ്നിയിൽ ചാടി ജീവൻ വെടിയുക തന്നെ ചെയ്യും. ഭരതന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമസ്വാമിയും തന്റെ ആനന്ദ കണ്ണീർ തുടച്ച് സ്നേഹത്തോടെ ഇപ്രകാരം പറഞ്ഞു: അങ്ങനെ സംഭവിക്കുമെന്ന് യാതൊരു സംശയവും വേണ്ട. ആ 14-ാം വർഷം പൂർത്തിയാകുന്ന ദിവസം തന്നെ
ഞാൻ മടങ്ങിയെത്തും, അത് തീർച്ചയാണ് എന്നരുളി ചെയ്ത് യാത്രയയപ്പും നൽകി പുണ്യവാനായ ഭരതൻ ശ്രീരാമനെ തൊഴുതു വന്ദിച്ചു. അതിനുശേഷം ഭരതൻ ശ്രീരാമനെ പ്രദക്ഷിണം വെച്ച് വന്ദിക്കുകയും ചെയ്തു. വേഗത്തിൽ അയോധ്യയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. മാതാക്കളും പ്രമുഖന്മാരും മന്ത്രിമാരും അനുജനായ ശത്രുഘ്നനും അയോധ്യയിലെ വലിയ സൈന്യവും ശ്രീരാമദേവനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആനന്ദത്തോടെ ഭരതനെ അനുഗമിച്ചു. ശൃംഗിവേരപുരത്തിലെ രാജാവായ ഗുഹനെയും മംഗളകരമായ വാക്കുകൾ പറഞ്ഞ് ഭരതൻ യാത്രയാക്കി. ഗുഹൻ വഴികാട്ടാനായി മുന്നിൽ നടക്കുകയും പുറകിലായി ഭരതന്റെ വലിയ സൈന്യം യാത്രയാവുകയും ചെയ്തു. കൈകേയി അമ്മ മകനായ ഭരതന്റെ അനുവാദത്തോടെ മനസ്സിലെ സങ്കടമെല്ലാം മാറി ഭരതനോടൊപ്പം നടന്നു. ഗുഹന്റെ അനുമതിയോടെ ഗംഗാനദി കടന്ന് ചതുരംഗപ്പടയോടുകൂടെ, അതായത് ആന, കുതിര, രഥം, കാൽനടപ്പാത, ഭരതനും ശത്രുഘ്നനും അയോധ്യയിൽ ചെന്ന് പ്രവേശിച്ച രഘുശ്രേഷ്ഠനായ ശ്രീരാമനെ തന്നെ ദിവസേന ഓർത്തു ധ്യാനിച്ച് വസിച്ചു. അയോധ്യയിലെ പ്രജകൾ ഭക്തിയോടും പരിശുദ്ധമായ മനസ്സോടും കൂടെ സദാകാലവും സുഖത്തോടെ വസിച്ചു. ഭരതനാകട്ടെ മുനിമാരെ പോലെ വൽക്കലവും വസ്ത്രങ്ങളും ജടയും ധരിച്ച് അതിയായ ഭക്തിയോടെ ശത്രുഘ്നനുമൊപ്പം വ്രതാനുഷ്ഠത്തോടെ അയോധ്യയ്ക്കടുത്തുള്ള നന്ദിഗ്രാമം എന്ന സ്ഥലത്ത് ചെന്ന് വസിച്ചു. അയോധ്യവാസികൾക്കെല്ലാം വളരെ സന്തോഷമായി. ഭരതൻ അയോധ്യയിലെ രാജസിംഹാസനത്തിൽ ശ്രീരാമന്റെ പാദുകങ്ങൾ വെച്ച് അത് ശ്രീരാമന്റെ തൃപ്പാദങ്ങൾ തന്നെയെന്ന് ഭക്തിയോടെ സങ്കല്പിച്ച് ചന്ദനവും പൂക്കളും കൊണ്ട് ദിനവും പൂജിച്ച് ഭരതനും ശത്രുഘ്നനും അതിനരികിൽ നിന്ന് രാജ്യഭരണം നടത്തി. അനേകം മുനിശ്രേഷ്ഠന്മാരാൽ സേവിക്കപ്പെടുന്നവനും മനോഹരനായ രാമദേവൻ സീതാദേവിയോടും ലക്ഷ്മണനോടും ആനന്ദത്തോടെ മനസ്സിനേറെ സന്തോഷം നൽകുന്ന രീതിയിൽ കുറച്ചു ദിവസങ്ങൾ ചിത്രകൂട പർവ്വതത്തിൽ വസിച്ചു. അതിനുശേഷം ശ്രീരാമൻ മനസ്സിൽ ഇപ്രകാരം വിചാരിച്ചു: സുഹൃത്തുക്കളും അയോധ്യയിലെ പ്രജകളും ഇടയ്ക്കിടെ ഇവിടെ നമ്മെ കാണുവാൻ വന്നെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ തന്നെ തുടർന്നാൽ ശരിയാവില്ല. സന്മാർഗത്തിലേക്ക്, അതായത് ദണ്ഡകാരണ്യത്തിലേക്ക് സന്തോഷത്തോടെ പോവുകയാണ് ഇനി വേണ്ടത്. ഇങ്ങനെ വിചാരിച്ച ഭൂമിപുത്രിയെ സീതാദേവിയോടും ശ്രേഷ്ഠനായ ലക്ഷ്മണനോടുമൊപ്പം ആ സമയം ശ്രീരാമദേവൻ ചിത്രകൂട പർവ്വതം ഉപേക്ഷിച്ചു. സത്യസന്ധനായ ശ്രീരാമൻ കാട്ടിനുള്ളിലൂടെ യാത്രയായി. അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ച ആ മുനിശ്രേഷ്ഠനെ ശ്രീരാമസ്വാമി ഭക്തിയോടെ തൊഴുതു വന്ദിച്ചു. അല്ലയോ മഹാമുനെ, ഞാൻ രാമനാണ്. ഇന്ന് ഞാൻ ധന്യയായി. അവിടുത്തെ പരിശുദ്ധമായ തൃപ്പാദങ്ങൾ ദർശിക്കുവാൻ കഴിഞ്ഞതുമൂലം ഇദ്ദേഹം സാക്ഷാൽ പരമവിഷ്ണുവായ നാരായണൻ തന്നെയാണെന്ന്, മോക്ഷം നൽകുന്നവനുമാണെന്ന് അറിഞ്ഞ് രാത്രി മഹർഷിയും അർഘ്യവും പാദ്യവും നൽകി അദ്ദേഹത്തെ പൂജിച്ചു. താമരക്കണ്ണനായ ശ്രീരാമനെയും അനുജനായ സീതാദേവിയെയും അതിനുശേഷം രാജകുമാരന്മാരോട് അത്രി മഹർഷി ഇപ്രകാരം പറഞ്ഞു: കീർത്തി കേട്ട എൻ്റെ പത്നി ഇവിടെയുണ്ട്. അത് കേട്ടാലും. വളരെ പ്രായം ചെന്ന തപസ്വികളിൽ വെച്ച് ഏറ്റവും ഉത്തമയായവളും ധർമ്മം അറിയുന്നവളും തപോധനയുമായ അവൾ ആശ്രമത്തിലെ പർണശാലയ്ക്കുള്ളിൽ വസിക്കുന്നുണ്ട്. ജനകരാജാവിൻ്റെ മകളെ സീതേ, നീ അവിടെ ചെന്ന് അവളെ കണ്ടാലും. അതുകേട്ട ശ്രീരാമന്റെ അനുവാദത്തോടെ സീതാദേവി ചെന്ന് അനസൂയാദേവിയുടെ തൃപ്പാദങ്ങളിൽ വന്ദിച്ചു. മോളെ ജനകപുത്രി, അരികിലേക്ക് വന്നാലും സജ്ജനങ്ങളാകുന്ന സമാഗമനം ജന്മസാഫല്യമാണെന്ന് നീ ഓർത്തുകൊള്ളുക. കുഞ്ഞേ എന്ന് വിളിച്ച് കൈ പിടിച്ച് ചേർത്തണച്ച് ആ മുനിപത്നിയായ അനസൂയ മനസ്സ് നിറഞ്ഞ് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ദേവശില്പിയായ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ടതും ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്ന മനോഹരമായ ദിവ്യവസ്ത്രവും കുണ്ടലങ്ങളും പൂശാനുള്ള ദിവ്യമായ മംഗളാലേപനവും സീതാദേവിയെ അണിയിച്ചൊരുക്കുന്നതിനായി അനസൂയ നൽകി.
നല്ല പതിവ്രതാധർമ്മം മുറുകെ പിടിച്ച് ശ്രീരാമനോടൊപ്പം നീ കാട്ടിലേക്ക് കൂടെ വന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. നിന്റെ ശരീരകാന്തി ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല. ശാന്തനായി നിന്റെ ഭർത്താവിനോടൊപ്പം കാലം കഴിയുമ്പോൾ, അതായത് മഹാരാജധാനിയിൽ അയോധ്യയിൽ ചെന്ന് പ്രവേശിച്ച് വസിച്ചാലും സകല സുഖ സൗഭാഗ്യങ്ങളോടെയും ഏറെക്കാലം നീ വസിച്ചാലും ഇപ്രകാരം അനുഗ്രഹങ്ങൾ നൽകി ആദരവോടെ ഭർത്താവിന്റെ അരികിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് സീതാദേവിയെ യാത്രയാക്കി. അതിനുശേഷം ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത മൂവരെയും സ്വാദിഷ്ടമായ ഭക്ഷണം നൽകി സൽക്കരിച്ച് തപോധനനായ അത്രി മഹർഷി മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചു. അത്രി മഹർഷി ശ്രീരാമനോട് ഇപ്രകാരം അരുളി ചെയ്തു: അല്ലയോ ശ്രീരാമ, അവിടുന്ന് സാക്ഷാൽ വിഷ്ണു ഭഗവാനായ നാരായണനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. മുപ്പാരിലും വസിക്കുന്ന സർവ്വ ജീവജാലങ്ങളുടെയും ദുഃഖങ്ങൾ സദാ പരിഹരിക്കുന്നയാളും ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നവളുമാണ് സീതാദേവി എന്നത് തീർച്ചയാണ്. അത്രി മഹർഷിയുടെ ഇത്തരം ദിവ്യമായ വാക്കുകൾ കേട്ടിട്ട് രഘുനാഥനായ ശ്രീരാമദേവൻ അന്ന് രാത്രി ആ ആശ്രമത്തിൽ വസിച്ചു. പരമശിവൻ പാർവതി ദേവിയോട് അരുളി ചെയ്തതും അതിൻ പ്രകാരം തത്ത പൈതൽ അക്കാലത്ത് പാടിപ്പറഞ്ഞതുമായ രാമായണ കഥ ആധ്യാത്മ രാമായണത്തിൽ ഉമാമഹേശ്വര സംവാദത്തിലെ അയോധ്യാകാന്ഡം ഇവിടെ പൂർത്തിയാകുന്നു. അതായത് അയോധ്യാകാന്ഡത്തിൻ്റെ സമാപനം ഇതാണ്. നാളെ ആരണ്യകാന്ഡത്തിലെ കഥയുമായി കാണാം. നന്ദി, നമസ്കാരം.